ഞാൻ ഡോക്ടർ പ്രസാദ്. ഈ പ്രമേഹ രോഗികള് ഇൻസുലിൻ കുത്തിവെക്കുമ്പോഴും ഗുളിക കഴിക്കുമ്പോഴും ബ്ലഡ് ഷുഗർ കുറയും. പക്ഷെ പ്രമേഹം മാറും. ബ്ലഡ് ഷുഗർ കൂടുന്നതല്ല പ്രമേഹം എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. ബ്ലഡ് ഷുഗർ കൂടുന്നത് ഒരു രോഗലക്ഷണം മാത്രമാണ്. നിങ്ങൾ എല്ലാ മാസവും ബ്ലഡ് ഷുഗർ നോക്കിയിട്ട് അതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഗുളികയുടെ ഡോസ് കൂട്ടുന്നു, കുറയ്ക്കുന്നു, ഇൻസുലിൻ ഡോസ് കൂട്ടുന്നു, കുറയ്ക്കുന്നു. ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ചികിത്സയാണെന്നാണ് നിങ്ങളുടെ വിചാരം. ഇപ്പോൾ ന്യൂമോണിയ വരുമ്പോൾ പനി വരും. നിങ്ങൾ പാരസ്റ്റമോൾ കഴിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ന്യൂമോണിയക്കുള്ള ആന്റിബയോട്ടിക് എടുത്ത് ന്യൂമോണിയ ഉണ്ടാക്കിയ രോഗാണുക്കളെ നശിപ്പിക്കുമ്പോഴല്ലേ ന്യൂമോണിയ മാറുന്നത്? അപ്പോഴല്ലേ പനി മാറുള്ളൂ. അല്ലാതെ വെറുതെ പാരസ്റ്റമോൾ കഴിച്ചാൽ പനി മാറും. ഇതുപോലെ ബ്ലഡ് ഷുഗർ കുറക്കാനുള്ള ഗുളിക കഴിച്ചോ, ഇൻസുലിൻ കുത്തിച്ചോ, ബ്ലഡ് ഷുഗർ കുറച്ച് നിർത്തിയിട്ട് HbA1c കുറഞ്ഞു നിന്നാൽ ഇത് കൺട്രോൾ ആണെന്ന് വിചാരിച്ച് പട്ടിണിയും പരിവട്ടമായിട്ട് കുറേ ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഇതൊരു അബദ്ധധാരണയാണ് നിങ്ങളുടെ. എന്താണ് പ്രമേഹം എന്ന് ആദ്യം തിരിച്ചറിയുക. നിങ്ങൾ ഈ ബ്ലഡ് ഷുഗർ കൂടുന്നതല്ല പ്രമേഹം, അതൊരു രോഗലക്ഷണം മാത്രമാണ്. പാൻക്രിയാസിന്റെ കേടാണ് പ്രമേഹം. ടൈപ്പ് 1 ഡയബറ്റീസിൽ പാൻക്രിയാസ് നശിച്ചു പോകുന്നു. പാൻക്രിയാസിനകത്തെ ബീറ്റാ കോശങ്ങൾ നശിച്ചു പോകുന്നു. ടൈപ്പ് 2 ഡയബറ്റീസിൽ പാൻക്രിയാസിനകത്തെ ബീറ്റാ കോശങ്ങൾ മടിപിടിച്ചുറങ്ങിപ്പോകുന്നു. 2, പാൻക്രിയാസിൽ നിന്ന് ബ്ലഡിൽ ചാടിക്കിടക്കുന്ന ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വന്ന് മസിൽ ലെവലില്, ലിവർ ലെവലിലെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി വരും. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പ്രമേഹം. ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കുറയുന്നതാണ് പ്രമേഹത്തിന്റെ കാരണങ്ങളിലും. പാൻക്രിയാസിന്റെ അകാല വാർദ്ധക്യം, മടി പിടിച്ചുറങ്ങിക്കിടക്കുന്ന പാൻക്രിയാസ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇതെല്ലാം റിവേഴ്സിബിൾ ആണ്. ഇതെല്ലാം കാരണമാണ് ബ്ലഡ് ഷുഗർ കൂടുന്നത്. സോ ഈ കാരണങ്ങളെ ചികിത്സിക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രമേഹം റിവേഴ്സിബിൾ ആയി മാറുന്നത്. അല്ല വെറുതെ പ്രമേഹം റിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറെ ഗുളിക കഴിച്ചിട്ട് ഇൻസുലിൻ കുത്തിവെച്ചാലൊന്നും ഇത് റിവേഴ്സിബിൾ ആകില്ല. സോ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഇതിന് വേണ്ടത്. നമ്മുടെ ശരീരത്തിന് വായു വലിക്കുമ്പോൾ വായു, വെള്ളം കുടിക്കുമ്പോൾ വെള്ളം. നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നത് ഭക്ഷണത്തിലൂടെയാണ്. സോ ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിച്ചിരിക്കണം. ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് തിരിച്ചറിഞ്ഞ് നല്ല ഭക്ഷണം കൂട്ടുവാനും ചീത്ത ഭക്ഷണം കുറക്കുവാനും പഠിക്കുന്നതാണ് ഇതിൽ ഒന്നാം പാഠം. റൈറ്റ്. അല്ലാതെ മുത്താരി, റവ, ഗോതമ്പ്, വൈക്കോല്, പുല്ല്, പിണ്ണാക്ക് എന്ന് പറഞ്ഞ് പട്ടിണി കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങളുടെ ആരോഗ്യം പോവും. കറവ പറ്റിയ നാടൻ പശുവിനെ പോലെ ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ പ്രമേഹ രോഗിയുടെ ഷേപ്പ്. സോ ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, നല്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആരോഗ്യം പോവും. അത് എന്തെന്ന് തിരിച്ചറിയാൻ പഠിക്കുക. അടുത്തത്, ഭക്ഷണത്തോട് ചെല്ലുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും നമ്മുടെ രക്തക്കോലുകളിൽ അടിഞ്ഞുകൂടുമ്പോഴാണ് ഈ കണ്ട കോംപ്ലിക്കേഷൻസ് എല്ലാം ഭാവിയിൽ വരിക. സോ അത് തടയാൻ ഭൂമിയിൽ ഒരു മരുന്നുമില്ല. ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിന് എനർജിക്കാനും മരുന്നൊന്നുമില്ല. പകരം നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്ത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും അതേപോലെ ഭക്ഷണങ്ങൾ കുറച്ച് കൊണ്ടുവരികയും അതിനെ എനർജി ആക്കി മാറ്റാൻ നമ്മുടെ എല്ലാ ശരീരത്തിലെ എല്ലാ മസിൽസും കൊണ്ട് വ്യായാമം ചെയ്ത് മാക്സിമം ഗ്ലൂക്കോസും ഫാറ്റ് എനർജി ആക്കി മാറ്റുകയും അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അന്നന്ന് എനർജി ആക്കി മാറ്റിയാൽ നമ്മുടെ രക്തക്കൊള്ള എന്നും ഗ്ലൂക്കോസും കൊഴുപ്പ് അടിഞ്ഞു കൂടില്ല, കോംപ്ലിക്കേഷൻസ് വരില്ല. 2, അന്നന്ന് എല്ലാ മസിലിലെയും ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കിക്കൊണ്ടേ ഇരുന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവും. ബ്ലഡിലെ ഗ്ലൂക്കോസിനെ മസിൽസിന്റെ അകത്തേക്ക് സ്മൂത്ത് ആയിട്ട് കടത്തിവിടാൻ ഇൻസുലിൻ സാധിക്കും. ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കൂടും. നിങ്ങൾ ഇനി ചിന്തിക്കുക, നിങ്ങൾ ഏത് അസുഖത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്നു വിചാരിക്കും. ഇപ്പൊ കിഡ്നി കംപ്ലൈന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലിവർ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കുന്നത് മനസ്സിൽ കാണുക. ഇത് വായിലൂടെ കഴിക്കണം മരുന്ന് വയറ്റിൽ ചെന്ന് രക്തത്തിലേക്ക് കടന്ന് രക്തത്തിലൂടെ ഒഴുകി ചെന്നാലേ ഇത് കിഡ്നിയിലേക്ക് എത്തൂ, കാലിലേക്ക് എത്തും. ഇപ്പൊ കാല് പഴുത്തു, ഒരു ആന്റിബയോട്ടിക് കഴിച്ചു. ആ ആന്റിബയോട്ടിക് ബ്ലഡിലൂടെ ഒഴുകിയ കാലിന്റെ മുറിവിൽ ചെന്നാലല്ലേ മുറിവുണങ്ങും. പക്ഷെ അവിടേക്ക് രക്തോട്ടം ഇല്ല. സോ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പ് എനർജിയാക്കാനുള്ള വ്യായാമം ചെയ്ത് അതിൻ്റെ ഒപ്പം കാർഡിയാക് എക്സസൈസും പെരിഫറൽ കൈ കാലിലേക്ക് രക്തോട്ടം കൂട്ടാനുള്ള വ്യായാമങ്ങൾ ചെയ്തുകൊണ്ടും കുറച്ച് എയ്റോബിക്കും കുറച്ച് എൻഡ്രൻസ് ട്രെയിനിങ് എല്ലാം ചെയ്തൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ എല്ലാ അവയവത്തിലേക്കും നല്ല രക്തോട്ടം മെയിൻറ്റെയിൻ ചെയ്താൽ എല്ലാ കോംപ്ലിക്കേഷൻസും പ്രിവെന്റ് ആകുന്നു. മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഓരോ മരുന്നിനും 4 ഇരട്ടി ആക്ഷൻ നമ്മുടെ ശരീരത്തിൽ കിട്ടില്ലേ. ഈ കെമിക്കൽ മെഡിസിൻസ് മാക്സിമം നിങ്ങൾക്ക് കുറച്ചുകൂടെ. കുറെ മരുന്നുകൾ കഴിച്ചിട്ട് കൈയും കെട്ടി ഇരുന്നിട്ട് പട്ടിണി കിടന്നാൽ എല്ലാ മാസം ചെക്കപ്പ് നടത്തിയിട്ട് HbA1c ഷുഗറും കൺട്രോൾ ആക്കി നിർത്തുന്നതാണ് ചികിത്സ എന്നല്ല. നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ ഇത്രയും കഷ്ടത്തിലാക്കുന്നത്. നിങ്ങൾ പഠിക്കുക. ഞങ്ങൾ ഡോക്ടേഴ്സ് മരുന്ന് എഴുതി തരുന്നത് നിങ്ങളുടെ താൽക്കാലികമായ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ അനുസരിച്ച് ഡോസ് അഡ്ജസ്റ്റ് തരും.
ആ ഗുളികകളെല്ലാം ചെയ്തോളും. ഞാൻ കയ്യും കെട്ടി ഇരുന്നാ മതി. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ എന്താ ഞാനങ്ങോട്ട് കിടന്ന് തടുകയോ, തിരുമ്മയോ, കിഴിവെക്കെ എന്ത് ചെയ്തോളും. ഞങ്ങളുടെ അസുഖം അങ്ങട് മാറ്റി തന്നാ മതി. ഞാൻ കാശ് തരാമെന്നുള്ള ഈ ചിന്താഗതി കളയുക. കാശുള്ളവനും കാശില്ലാത്തവനും അകത്തുള്ള കിഡ്നിയും, ഹാർട്ട് ഇതൊന്നും റബ്ബറിന്റെ അല്ല, പ്ലാസ്റ്റിക്കിന്റെ അല്ല. എല്ലാവർക്കും ഒരു സെയിം തന്നെയാണ്. സോ ഇത് കേടാകാതെ നോക്കല് നിങ്ങളുടെ ജോലി. ഏറ്റവും കുറഞ്ഞ മരുന്നുകൾ കഴിച്ച് ഏറ്റവും നല്ല ആരോഗ്യത്തിൽ ജീവിക്കാൻ എന്ത് വേണം? അതിന് കുറെ ഗുളികകളും ഇൻസുലിൻ കുത്തിവെക്കലോ പട്ടിണികിടക്കലോ അല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി കൂട്ടി നല്ല ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും ചീത്ത ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കുറക്കുകയും ചെയ്തിട്ട് അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കാനുള്ള വ്യായാമങ്ങൾ കൃത്യമായിട്ട് പ്ലാൻഡ് ആയിട്ട് ചെയ്തുകൊണ്ട് കാർഡിയക് എക്സർസൈസ്, പെരിഫറൽ കൈയും കാലും രക്തോട്ടം കൂട്ടാനുള്ള കുറച്ച് എയ്റോബിക് എക്സർസൈസ്, കുറച്ച് സൂംബ, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല ബ്രീത്തിങ് ചെയ്തുകൊണ്ട് എല്ലാ കോശങ്ങളിലും നല്ല ഓക്സിജൻ സപ്ലൈ ചെയ്തുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ലിവിങ് പ്രാക്ടീസാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അതല്ലാതെ മാസം മാസം ചെക്കപ്പ് നടത്തി ഗുളിക കഴിച്ചാൽ ഇൻസുലിൻ കുത്തിയിട്ട് ബ്ലഡ് ഷുഗർക്ക് കുറച്ച് നിർത്തൽ എല്ലാം ഓക്കെ ആയിരിക്കും എന്നുള്ള ആ തെറ്റിദ്ധാരണ അതങ്ങോട്ട് കളയാം. എന്നാൽ നിങ്ങൾക്കെല്ലാം നല്ല ശോഭനമായ ഭാഗ്യമുണ്ട്. ഇല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ചിലരുടെ കാല് പോവും, ചിലരുടെ കണ്ണ് പോവും, ചിലർക്ക് കിഡ്നി പോവും, ചിലർക്ക് അറ്റാക്ക് അടിക്കും, ചിലർക്ക് കുഴി പോവും. ഇതെല്ലാം കാരണക്കാർ ഞങ്ങൾ ആരുമല്ല, നിങ്ങൾ തന്നെ. ഇത് തിരിച്ചറിയുക. ഒരു ജീവിതത്തിന് ഇനി എത്ര കാലം ബാക്കിയുണ്ടെന്ന് അറിയില്ല. ഉള്ളത്രയും കാലം ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇതെല്ലാം ആസ്വദിച്ച് ജീവിക്കാൻ പഠിക്കുക. ആസ്വദിച്ച് വ്യായാമം ചെയ്യുക. എന്തിനാ? എനിക്ക് ഏറ്റവും നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത്. ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക. എന്റെ ശരീരത്തേക്കുള്ള ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്നത് ഭക്ഷണത്തിലൂടെയാണ്. ജീവിതം കുറെ കാലം മുമ്പിലുണ്ട്. അവിടെ മനസ്സ് സ്വസ്ഥമാക്കി ശാന്തമാക്കി ഹാപ്പിയാക്കി ഏറ്റവും നല്ലൊരു ജീവിതം മുമ്പിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുക. അല്ലാതെ ഞങ്ങള് മരുന്നുകൊണ്ട് എല്ലാം സാധിച്ചു തരും എന്നുള്ള നിങ്ങളുടെ ആ തെറ്റിദ്ധാരണ അങ്ങ് കളയുകയാണ്. ഓക്കെ.